ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുടെ മേഖലയിൽ ISST വമ്പിച്ച വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ISST ഈ വിജയം കരസ്ഥമാക്കിയത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് ISSTയിലാണ്. അത് തർക്കമില്ലാത്തൊരു വിഷയമാണ്. കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് ISSTയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത്. ഇത്രായിരം വിദ്യാർത്ഥികൾ ഇന്ന് ISSTയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതിന് കാരണം ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും ജോലി ലഭിച്ചിട്ടുണ്ട്. നല്ല ശമ്പളത്തിൽ നല്ല പൊസിഷൻസിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇവിടെയാണ് വ്യക്തമായ ഒരു ഫാക്ടർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വിജയിക്കണമെങ്കിൽ ആ പേര് തന്നെ എടുത്തു കാണിക്കുന്നത് അതാണ്. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വിജയിക്കണമെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് ജോലി ലഭിക്കണം. അതുതന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തു നോക്കിയാൽ ISSTയുടെ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യവും. അതായത് ഇന്ത്യയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആദ്യമായി തൊഴിലധിഷ്ഠിത കോഴ്സായി അവതരിപ്പിച്ചത് ISST ആണ്. അത് ഞങ്ങൾ ചെയ്യുന്നത് 2018 അവസാനത്തിലാണ്. അതുവരെ നമ്മുടെ ഇവിടെയൊക്കെ പഠിപ്പിച്ചിരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആയിട്ടാണ്. ആദ്യമായിട്ടാണ് ISST പറഞ്ഞത് ഇത് ഇവിടെ ഏറ്റവും അധികം തൊഴിൽ സാധ്യത ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളത് ഒരു തൊഴിലധിഷ്ഠിത മേഖലയിലാണ്. അതിന് കാരണം ISST ആണ് ആദ്യമായി എന്താണ് ഈ മേഖല എന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുത്തത്.
ISST ആണ് എന്താണ് ഹോസ്പിറ്റലിനകത്ത്, ഈ മേഖലയിൽ ഹോസ്പിറ്റലിനകത്ത് ഉടലെടുക്കുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ ISST മനസ്സിലാക്കിയെടുത്തത് കൊണ്ട് മാത്രമാണ് ISSTക്ക് അതിനുതകുന്ന, ആ അവസരങ്ങൾക്കുതകുന്ന ഒരു സിലബസ് ഉണ്ടാക്കിയെടുക്കാനും അത്തരമൊരു സിലബസ് നന്നായി പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് ISSTയിൽ നിന്ന് പാസ്സായ ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ജോലി ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വിജയിക്കുന്നത് അവിടെ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുമ്പോഴാണ്. ISSTയിൽ നിന്ന് പഠിച്ചിറങ്ങിയ എത്രയോ വിദ്യാർത്ഥികളാണെന്ന് കേരളത്തിലെ വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നത്. ഏത് ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കോളൂ, ലേക്ക് ഷോർ ആയാലും, റിനൈ മെഡിസിറ്റി ആയാലും, ആസ്റ്റർ ആയാലും, അഹല്യ ആയാലും, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആയാലും, വെസ്റ്റ്ഫോർട്ട് ആയാലും, ഗിരിധർ ഐ ഹോസ്പിറ്റൽ ആയാലും, മലബാർ ഐ ഹോസ്പിറ്റൽ ആയാലും, സിറ്റി ഹോസ്പിറ്റൽ ആയാലും, ഏത് ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയാലും കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഏത് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയാലും അവിടെയെല്ലാം ISSTയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെയെങ്കിലും കാണാൻ സാധിക്കും. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഏറ്റവും നല്ല സിലബസ്. അങ്ങനെ ഏറ്റവും നല്ല സിലബസ് ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഒന്നേ ഉള്ളൂ, എന്താണ് ഈ ജോലി എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയെടുത്തത് ISST ആണ്. അതുകൊണ്ടാണ് ISST പറഞ്ഞത് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനേക്കാൾ ഇവിടെ ഏറ്റവും അത്യാവശ്യമായി വരുന്നത് ഒരു ഹ്രസ്വകാല തൊഴിൽ അധിഷ്ഠിത കോഴ്സാണ്. അതുതന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തു നോക്കിയാൽ ISSTയുടെ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യവും. ISST 4 മാസത്തെ ഓൺലൈൻ ക്ലാസ്, കുറഞ്ഞ ഫീസും പ്ലേസ്മെന്റ് സപ്പോർട്ടും, TUV സ്റ്റുഡന്റ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ലോകമെമ്പാടുമുള്ള ഹോസ്പിറ്റലുകളിൽ മികച്ച ശമ്പളത്തോടെ ജോലി നേടിയെടുക്കാം. ഒപ്പം ഡിപ്ലോമയും MBAയും ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ പഠിക്കാനുള്ള അവസരം.